ഹലോ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂൾ സ്കേർട്ടിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ്. ഈ സ്കേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീറ്റർ സാറ്റിനാണ് ലൈനിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ 4 മീറ്റർ ടൂൾ ഫാബ്രിക്കുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ലൈനിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു അംബർല മോഡൽ സ്കേർട്ടിൻ്റെ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാറ്റിന് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, പിന്നെ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എനിക്കൊരു 28 ഇഞ്ചസ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എത്രയായി? നമുക്കൊരു 7 ഇഞ്ച് കിട്ടും. ഈ 7 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കർവ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലെങ്ത് ആണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ടൂളിൽ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 23 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പം ലൈനിങ് ഒരു 20 ഇഞ്ച് നമ്മൾ നീളത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 20 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ എല്ലാ പോയിന്റിൽ നിന്ന് മേളിൽ നിന്ന് എല്ലാ പോയിന്റിലേക്കും 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കർവ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മളുടെ താഴെ വരുന്ന ആ ഒരു ലൈനിങ്ങിൽ വരുന്ന അംബർല പോലത്തെ സ്കേർട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വേസ്റ്റ് ബാൻഡിന് വേണ്ട ഫാബ്രിക്കാണ്, മിച്ചമുള്ള ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇവിടെ ഞാൻ 2 സെറ്റ് ഫാബ്രിക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത്. അപ്പം 4 ഇഞ്ച് വീതിയിൽ 2 സെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് ബാൻഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ടൂൾ ഫാബ്രിക് വരുന്നത്. അപ്പം ഇവിടുത്തെ ടൂൾ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു 46 ഇഞ്ച് നമുക്ക് മൊത്തം വീതിയുള്ള ഒരു ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു. അപ്പം നമുക്കൊരു 23 ഇഞ്ചസ് കിട്ടും. അപ്പം മൊത്തം നമുക്ക് 8 മീറ്റേഴ്സ് ആണ്. 4 മീറ്റർ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തം 8 മീറ്റർ കിട്ടും. അപ്പം കുറച്ച് നല്ല രീതിയിൽ നമുക്ക് വിരിവുള്ള ഒരു സ്കേർട്ടായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 മീറ്ററിൻ്റെ 2 സെറ്റ് ഫാബ്രിക് ഉണ്ട്, 23 ഇഞ്ചസ് ലെങ്ത് ഉള്ളത്. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗം ഗ്യാദർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 8 മീറ്റർ മൊത്തം നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടൂൾ ഫാബ്രിക്കിൽ മേളിൽ നമ്മൾ ലൂസായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളെ മൊത്തം 8 മീറ്റേഴ്സ് ചെയ്തതിന് ശേഷം അതിൽ മൊത്തം ഇങ്ങനെ നമ്മൾ ഒരു നൂല് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചുരുക്കിയിട്ട പോലെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ അതുപോലെ മൊത്തം ആ ഒരു 8 മീറ്ററിൽ നമ്മൾ ചെയ്തെടുക്കണം. ലാസ്റ്റ് ഇത് വരുമ്പോൾ നമ്മുടെ മൊത്തം വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് വരുന്ന പോലെ ആയിരിക്കണം ഗ്യാദർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മളുടെ ലൈനിങ് ഫാബ്രിക് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ നമ്മളുടെ നേരത്തെ ഗ്യാദർ ചെയ്ത് വെച്ച ടൂളിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇതിപ്പോൾ 2 പീസാണ് 4 മീറ്ററിൻ്റെ, അതിൻ്റെ നമ്മൾ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മളുടെ ലൈനിങ് ഫാബ്രിക്കിലേക്ക് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത ആ ടൂളിൻ്റെ 2 ഫാബ്രിക് ഉണ്ടല്ലോ, 2 പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 പീസസ് ഉണ്ട്. നമ്മളുടെ വേസ്റ്റിൻ്റെ വണ്ണത്തിൽ ഇപ്പോൾ 28 ഇഞ്ചസിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന 28 പ്ലസ് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 പീസുണ്ട് നമ്മളുടെ കയ്യിൽ, 4 ഇഞ്ച് വീതിയുള്ള. അപ്പം ആ 2 പീസസ് ഒരു സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പീസ് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്കേർട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ മേലിൽ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ 24 ഇഞ്ച് ഇലാസ്റ്റിക്കും അതേപോലെ ഒരു ചെറിയ പീസ് നമ്മുടെ ലൈനിങ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെഷീനിൽ 6 ആക്സ് സ്റ്റിച്ചിലേക്ക് നമ്മൾ സെറ്റിങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത ഫാബ്രിക് താഴെ വെച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഫ്രീ എൻഡ് രണ്ടും
ചേർത്ത് അതിൻ്റെ പുറത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ സിക്സ് ആക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കുറച്ച് പ്രാവശ്യം ഇതിൽ മേലിൽ സിക്സ് ആക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വന്ന ആ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നമ്മളുടെ സ്കേർട്ടിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മളുടെ നെറ്റിൻ്റെ ആ ഒരു ടൂലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിൽ 2 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മളുടെ ലാസ്റ്റ് ആയിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ സാറ്റിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് അറിയാമല്ലോ, നമ്മളുടെ ചീത്തവശത്താണ് ഈ സ്റ്റിച്ചിങ് എല്ലാം വരുന്നത്. അപ്പം ഇതേപോലെ ആദ്യം നമ്മൾ ടൂല് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളുടെ ലൈനിങ് ഫാബ്രിക്കിൻ്റെ ആ ഒരു അകത്തെ ആ സ്കേർട്ടിന്റെ ലാസ്റ്റ് ഓപ്പൺ എൻഡ് തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ നമ്മളുടെ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. ഒരു 2 പ്രാവശ്യം നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ അകത്ത് നമ്മുടെ സ്കേർട്ടും ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതും വേസ്റ്റ് ബാൻഡും ജോയിൻ ചെയ്യുന്ന അവിടെ ഒരു നമ്മളുടെ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഭാഗം കവർ ചെയ്യുന്നത് പോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വേസ്റ്റ് ബാൻഡ് ഇലാസ്റ്റിക് വെച്ച് മടക്കി തയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇലാസ്റ്റിക്കിന് മേലിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം ടൂലിൽ. പക്ഷെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത രീതി അനുസരിച്ച് നമ്മുടെ ബോർഡർ ഭാഗമാണ് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ഹെമ്മിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഹെമ്മിങ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിൽ സാറ്റിനും നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനർ ലെവലിലുള്ള ഒരു ട്യൂട്ടോറിയലാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഒരു ഡെയിലി നമ്മളൊരു കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് കളറിലെ ടോപ്പും വൈറ്റ് കളറിലെ ഷൂസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു നല്ല കൊറിയൻ ലുക്കിൽ നമുക്കിതിനെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ കാണുന്നത് വരെ ബൈ.